നമസ്കാരം. ഇന്ന് എനിക്ക് പറയാനുള്ളത് പ്രവർജ്യ യോഗം എന്ന് അശാസ്ത്രീയമായിട്ട് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പടർന്ന് പിടിച്ചിരിക്കുന്ന ഒരു വൈറസ്, അതും ഒരു വൈറസായിട്ട് തന്നെ ജ്യോതിശാസ്ത്രത്തിനെ ഇല്ലാതാക്കുന്ന ഒരു സമ്പ്രദായം, ജ്യോതിശാസ്ത്രത്തിന്റെ ശാസ്ത്രീയത വശങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ജ്യോതിഷികളുടെ ഇടയിൽ നിന്ന്, ഞാൻ ഉൾപ്പെടെ ഒരു ജ്യോതിഷിയാണ്, ജ്യോതിഷികളുടെ ഇടയിൽ നിന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് പകർന്നു കൊടുക്കുന്ന തെറ്റായ ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അവസരമായിട്ട് ഇതിനെ ഒന്ന് കണക്കാക്കണം. കാരണം പ്രവർജ്യ യോഗം 4 ഗ്രഹങ്ങൾക്ക് കൂടുതൽ ഒരു ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നാൽ പ്രവർജ്യ യോഗം എന്ന് പറഞ്ഞിട്ട്, പ്രവർജ്യ യോഗം എന്നാൽ എന്താ, സന്യാസ യോഗം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ വിവാഹം മുടങ്ങാനിടയാകുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നു. ജ്യോതിഷികളുടെ ഇടയിൽ നിന്നായാലും ജനങ്ങളുടെ ഇടയിൽ നിന്നായാലും ഒന്ന് മനസ്സിലാക്കുക, അല്പ ജ്യോതിഷം ആളെ കൊല്ലും, അല്പവൈദ്യം പഠിച്ചിട്ട് ആളിനെ കൊല്ലുന്നെന്ന് പറഞ്ഞ കണക്ക് അല്പ ജ്യോതിഷം ആൾക്കാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ജ്യോതിശാസ്ത്രത്തിന്റെ ശാസ്ത്രീയത നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ പ്രവർജ്യ എന്ന് പറഞ്ഞാൽ സന്യാസം മാത്രമല്ല. അതായത് ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് സന്യാസ ജീവിതത്തിൽ നിന്ന് മാറുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പക്ഷെ ഒരു മേഖലയിൽ നിന്ന് വേറൊരു മേഖലയിലേക്ക് മാറാം എന്നുള്ളതും കൂടിയാണ് പ്രവർജ്യയുടെ അർത്ഥം. പക്ഷേ നമ്മുടെ ഹോരാശാസ്ത്രത്തിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, 5 ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നാൽ ഓരോ ഗ്രഹങ്ങളെ കൊണ്ടുള്ള പ്രവർജ്യ സംഭവിക്കും എന്ന് പറയുമ്പോഴും വ്യക്തമായി പഠിച്ച ഒരു പാഠവും കൂടി പഠിച്ചിട്ട് പറയണം എന്നുള്ളതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രവർജ്യ സംഭവിക്കുന്ന ഗ്രഹം ഗ്രഹയുദ്ധത്തിൽ തോറ്റ ഗ്രഹമാണെങ്കിൽ ആ ഗ്രഹത്തിന് പ്രവർജ്യയ്ക്ക് ഭംഗം വരും. ഗ്രഹയുദ്ധത്തിൽ തോറ്റ ഗ്രഹത്തിന് പ്രവർജ്യയിൽ ഭംഗം വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് 4 ഗ്രഹമോ 5 ഗ്രഹമോ അവിടെ നിന്നാലും അത് ആ ഗ്രഹയുദ്ധത്തിൽ തോറ്റ ഗ്രഹമാണെങ്കിൽ അതിന് മങ്ങൽ വരാം. അതേപോലെ തന്നെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗ്രഹങ്ങൾക്ക് മൗഢ്യം വന്നാൽ, ഏതെങ്കിലും ഒരു ഗ്രഹത്തിന് മൗഢ്യമുണ്ടെങ്കിൽ പ്രവർജ്യ സംഭവിക്കത്തില്ല, മങ്ങൽ ഉണ്ടാകുന്നു. അത് എന്തുകൊണ്ട് ഈ ജ്യോത്സ്യന്മാർ പറയുന്നില്ല? 5 ഗ്രഹങ്ങളെ കണ്ട ഉടനെ പ്രവർജ്യ യോഗം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ശ്ലോകം, പ്രവർജ്യ യോഗത്തിൽ ആകെ 4 ശ്ലോകമാണുള്ളത്. അതിൽ ആദ്യത്തെ ശ്ലോകം കഴിഞ്ഞ് ആ ശ്ലോകത്തിന്റെ അവസാന വരിയിൽ തന്നെ പറയുന്നുണ്ട് ഈ കാര്യം. അതിനെ ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ട്? അതുപോലെ തന്നെ യോഗകാരകനായ ഗ്രഹത്തിനും ആ ദോഷം ഭംഗം സംഭവിക്കും. യോഗകാരകനായ ഒരു ഗ്രഹമാണ് നിൽക്കുന്നതെങ്കിൽ ആ ഗ്രഹത്തിന്റെ ബലത്തിന്റെ കൊണ്ട് പ്രവർജ്യ സംഭവിക്കും എന്ന് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ മൗഢ്യം പ്രാപിക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടും പ്രവർജ്യ സംഭവിക്കത്തില്ല. പ്രവർജ്യ ഉണ്ടാകും എന്ന് സംഭവിക്കാൻ പറ്റത്തില്ല. ആ ദശാകാലവും കൂടി ഗ്രഹങ്ങൾക്ക് വരണം. ഇപ്പൊ മൗഢ്യം പ്രാപിക്കുന്ന ഒരു ഗ്രഹത്തിന്റെ ദശാകാലമാണ് വരുന്നതെങ്കിൽ ആ ദശാകാലത്തിൽ ആള് സന്യാസിയാകണമെന്നില്ല, അല്ലെങ്കിൽ പ്രവർജ്യ സ്വീകരിക്കണമെന്നില്ല. അതേപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയാഭാവത്തിലേക്ക് വന്നാലും ആ ഗ്രഹങ്ങൾക്ക് വന്നാലും പ്രവർജ്യ സംഭവിക്കണമെന്നില്ല. യോഗകാരകനെ ആയുള്ള ഗ്രഹത്തിന് പ്രവർജ്യ സംഭവിക്കണമെന്നില്ല. അപ്പൊ ഈ പ്രവർജ്യ സംഭവിക്കണം ഇല്ലാത്ത സ്റ്റാൻസ്, ഒരുപാട് സെന്റൻസുകൾ, ഒരുപാട് പോയിന്റ്സ് അതിനകത്ത് തന്നെ 4-ാമത്തെ ശ്ലോകവും 3-ാമത്തെ ശ്ലോകത്തിലും 2-ാമത്തെ ശ്ലോകത്തിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് 4-ാമത്തെ ശ്ലോകത്തിൽ ചന്ദ്രനെ ശനിയുടെ ബന്ധം വന്നാൽ പറയുന്നുണ്ട്. പക്ഷെ ഈ 3 ശ്ലോകങ്ങളിലും പ്രവർജ്യയുടെ ഭംഗം വരുന്നതിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അപ്പോഴും 4 ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നാൽ, അല്ലെങ്കിൽ 5 ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നാൽ, 6 ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നാൽ പ്രവർജ്യ ആയിക്കൊള്ളണം എന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ആ പോയിന്റ്സും കൂടി ആ ശ്ലോകത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജനങ്ങളായാലും ജ്യോത്സ്യന്മാരെ പറയുന്നത് അല്പം കുറച്ച് എവിടുന്നെങ്കിലും തട്ടിക്കൂട്ടി പഠിച്ചിട്ട് വന്ന ജ്യോത്സ്യന്മാരുണ്ട്. ആ തട്ടിക്കൂട്ടി പഠിച്ചിട്ട് വന്ന ജ്യോത്സ്യന്മാർക്ക് ആകെ പറയാനുള്ള 5 ഗ്രഹങ്ങൾ ഒരു ജാതകത്തിൽ നിന്നാൽ, എൻ്റെ
സ്റ്റുഡിയോയിൽ തന്നെ എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ വന്ന ഒരു ജ്യോത്സ്യൻ, ആ ജ്യോത്സ്യന്റെ അടുത്ത് എൻ്റെ മകന്റെ ഒരു ഗ്രഹനില കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് 5 ഗ്രഹങ്ങൾ രാശിയിൽ നിൽക്കുന്നു, 5 ഗ്രഹങ്ങൾ എൻ്റെ മകന്റെ ജാതകത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പം കുജൻ, സൂര്യൻ, ചന്ദ്രൻ, ഗുരു, ശുക്രൻ, ഈ കുജനും സൂര്യനും ചന്ദ്രനും കൂടി ഏകദേശം അടുത്ത് നിൽക്കുന്നത് കൊണ്ട് മൗഢ്യമുണ്ട്. വ്യാഴത്തിനും ശുക്രനും മൗഢ്യം ഇല്ല. അപ്പൊ ഈ 2 ഗ്രഹങ്ങളുടെ ആണ് ഭാവാൽ പോലും ആ ഗ്രഹങ്ങൾ രാശി മാറുന്നു. ഭാവാൽ മാറിയാലും അതും ഞാൻ പറയുകയാണ്, ഗ്രഹങ്ങൾ 4-5 ഗ്രഹങ്ങൾ നിന്നിട്ട് ഭാവാൽ അത് രാശി മാറിയാലും ആ ഭാവത്തിൽ 4 ഗ്രഹങ്ങളില്ല, പിന്നെ 2 ഗ്രഹങ്ങളേ ഉള്ളൂ. അപ്പൊ എൻ്റെ മകന്റെ ഗ്രഹനിലയില് 5 ഗ്രഹങ്ങൾ ഒന്നിച്ച് ഒരു രാശിയിൽ നിൽക്കുകയും ഭാവാൽ 3 ഗ്രഹങ്ങൾ രാശി മാറുകയും 2 ഗ്രഹങ്ങൾ ആ രാശിയിൽ അവശേഷിക്കുകയും ചെയ്തപ്പോഴും ആ 2 ഗ്രഹങ്ങൾക്ക് മൗഢ്യമില്ലാത്ത ഗ്രഹങ്ങൾ, മൗഢ്യമുള്ള ഗ്രഹങ്ങൾ രാശി മാറി. ആ കുജന്റെ ദശാകാലത്തിലാണ് ആള് ജനിക്കുകയും ചെയ്തത്. കുജൻ രാശി മാറി, ചന്ദ്രന്റെ മൗഢ്യമുണ്ട്, 2 ഗ്രഹങ്ങളും രാശി മാറി. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 5 ഗ്രഹങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പ്രവർജ്യ എന്ന് ചിന്തിക്കുന്ന അശാസ്ത്രീയത മാറ്റണം. അത് ഒരു വലിയ വൈറസ് ആയിട്ട് പകർന്നിരിക്കുകയാണ്. ഒരുപാട് പേരുടെ ദാമ്പത്യ ജീവിതത്തിന് പ്രവർജ്യ ദോഷമുള്ള പെൺകുട്ടിയാണ്, ഈ കുട്ടി ദാമ്പത്യ ജീവിതത്തിൽ നല്ലതായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേരെ വഴിതെറ്റിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. ഇത് നിലനിർത്തരുത്. ഈ ശാസ്ത്രത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ജ്യോത്സ്യന്മാരുടെ പക്കൽ നിന്നും അശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ളവരുടെ കയ്യിൽ നിന്നോ ജ്യോത്സ്യം കൈകാര്യം ചെയ്യുന്നവർക്കും ഇത് ഒന്ന് തിരുത്തി ചിന്തിക്കാനുള്ള ഒരു അവസരവും കൂടി ആയിരിക്കണം. അതേപോലെ തന്നെ മാതാപിതാക്കളും 5 ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിൽക്കുന്ന കണ്ടുകൊണ്ട് സ്വയം പ്രവർജ്യ യോഗം എന്ന് പ്രഖ്യാപിക്കുന്ന ആ ഒരു കാലഘട്ടവും മാറിക്കിട്ടണം എന്ന് കൂടി പറയാനാണ് ഞാൻ ഈ പ്രവർജ്യ യോഗത്തിന്റെ ഈ വിഷയം ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്.